വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശാരദാമ്മയുടെ കയ്യിൽ നിന്നും പലഹാരപ്പൊതി വാങ്ങി മേശപ്പുറത്തേക്ക് ഇട്ട ശേഷം സത്യഭാമ പറയുകയാണ്, ശാരദാമ്മേ, മാപ്പ് പറച്ചിലിനുള്ള സമയമോ സന്ദർഭമോ അല്ല ഇത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. സത്യഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. ആ വാക്ക് തന്നെയാണ് സത്യഭാമയ്ക്ക് സത്യവും. നിങ്ങളോ നിങ്ങളുടെ മകളോ കരഞ്ഞ് കാല് പിടിച്ച് കെഞ്ചിയാലും സത്യഭാമയ്ക്കുണ്ടായ കളങ്കത്തിന് മാറ്റമുണ്ടാകില്ല. മാത്രവുമല്ല, പിൻവാതിലൂടെ നുഴഞ്ഞു കയറി വന്നവളെ മരുമകളായി സ്വീകരിക്കാൻ ഈ സത്യഭാമയ്ക്ക് ഒരിക്കലും കഴിയില്ല. പിന്നെ ഈ ചടങ്ങിന് നിന്ന് പലഹാരങ്ങൾ വാങ്ങിച്ചത് അത് വെറുമൊരു നാട്ടുനടപ്പാണ്. അതുകൊണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് സത്യഭാമ. ഇത് കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. വിഷയം മാറ്റാനായി ചിരിച്ച് സന്തോഷം വരുത്തി രാഘവൻ നായർ പറയുകയാണ്, ശാരദാമ്മേ, സോറി, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. നടന്ന ഈ വിവാഹം പെട്ടെന്നൊരു ഷോക്കായിരുന്നു ഭാമയ്ക്ക്. അതിൽ നിന്നും പെട്ടെന്ന് പുറത്തു കിടക്കാൻ ഭാമയ്ക്ക് ഒരിക്കലും കഴിയില്ല. പുറമേക്ക് പരുക്കനായി കാണുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പരമസാധുവാണ് ഭാമ. നമ്മൾ അല്പനാൾ കാത്തിരിക്കണം, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ശാരദാമ്മയെ ആശ്വസിപ്പിക്കുകയാണ് രാഘവൻ നായർ. അതിനുശേഷം ശാലിനിയോട് രാഘവൻ നായർ പറയുകയാണ്, അതൊക്കെ വിട്ടേക്ക്. എന്നിട്ട് ശാലിനി, നീ നിന്റെ മുറിയൊക്കെ അവർക്കൊന്ന് കാണിച്ചു കൊടുക്ക്. നിന്നോട് എന്തെങ്കിലും അവർക്ക് സംസാരിക്കാനുണ്ടാകും. അതിനുശേഷം പ്രീതിയോട് പറയുകയാണ്, പ്രീതി, ഉച്ചയ്ക്ക് വിഭവങ്ങൾ ഒരുപാട് ഉണ്ടാക്കണം, നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിരിക്കുകയാണ്. അന്നേരം പ്രീതി പറയുകയാണ്, കൂടുതൽ വിഭവങ്ങളോ, നല്ല ഒരു ഒന്നാന്തരം സദ്യ കൊടുത്തിട്ടേ ഇവരെ ഇവിടെ നിന്ന് വിടുന്നുള്ളൂ. അതിനുശേഷം റൂം കാണണ്ടേ എന്നും പറഞ്ഞ് ശാലിനി ശാരദാമ്മയും ശ്യാമയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് ശാരദാമ്മയും ശ്യാമയും കൂട്ടിക്കൊണ്ടുവന്ന് ശാരദാമ്മയെ കട്ടിലേക്ക് പിടിച്ചിരുത്തിയ ശേഷം ശാലിനി പറയുകയാണ്, ഇതാണമ്മേ എന്റെയും വിഷ്ണുവേട്ടന്റെയും റൂം, നമ്മുടെ കൊച്ചു സാമ്രാജ്യം എന്ന് തന്നെ പറയാം. ഹായ്, നല്ല രസമുണ്ടെന്ന് പറയുകയാണ് ശ്യാമ. പക്ഷേ വിഷമിച്ചുള്ള ശാരദാമ്മയുടെ മുഖം കണ്ട് ശാലിനി ചോദിക്കുകയാണ്, എന്തു പറ്റി? എന്റെ ശാരദാമ്മയ്ക്ക് ഒരു സങ്കടം പോലെ. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, എങ്ങനെയാ മോളെ നിനക്ക് ഇത്ര ഭംഗിയായിട്ട് അഭിനയിക്കാൻ കഴിയുന്നത്? വെറുതെ ചിരിച്ചിരിച്ച് നിൽക്കുവാണല്ലോ നീ ഞങ്ങളെ കാണിക്കാനായിട്ട്. ഏയ്, അങ്ങനെയൊന്നും അല്ലമ്മേ. കാണിക്കാനായിട്ട് എന്തിനാ ചിരിക്കുന്നത്? എനിക്കിവിടെ സുഖം തന്നെയാണ്. എല്ലാവർക്കും എന്നോട് എന്തിഷ്ടമാണെന്നോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തമാശകളൊക്കെ പറയും. അതാരും സീരിയസ് ആയിട്ട് എടുക്കാറില്ലെന്നേ ഉള്ളൂ. അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അതെ അതെ, ഞാൻ നേരിട്ട് കണ്ടു നേരിട്ടുള്ള തമാശകളൊക്കെ. കല്യാണത്തിന് മുമ്പ് എൻ്റെ മോള് എൻ്റെ അടുത്തൊന്നും ഒളിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളങ്ങ് മാറിപ്പോയി. അത് കേട്ട് സങ്കടപ്പെട്ട് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാലിനി. അമ്മ വിചാരിക്കുന്നത്ര പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. പിന്നെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ അത്രയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ശാലിനി. അതെനിക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അമ്മ അതാലോചിച്ച് ടെൻഷൻ ആകേണ്ടെന്ന് പറയുകയാണ് ശാലിനി. ഇനി എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി എന്ത് ടെൻഷൻ അടിച്ചിട്ട് എന്തു ചെയ്യാനാ എന്ന് പറയുകയാണ് ശാരദാമ്മ. അതിനുശേഷം ശാലിനി ചോദിക്കുകയാണ്, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? വിജയാന്റി വന്നായിരുന്നോ വീട്ടില്? ശാരികേച്ചിയുടെയും രാജീവ് സാറിന്റെയും കല്യാണക്കാരെയും സംസാരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് ശാലിനി. വിജയാന്റി വന്നിരുന്നുവെന്നും കല്യാണത്തിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുകയാണ് ശാരദാമ്മ. പെട്ടെന്ന് ശ്യാമ ചോദിക്കുകയാണ്, ആര് പറഞ്ഞു പ്രശ്നമൊന്നും ഇല്ലാന്ന്? അന്നേരം ശ്യാമയെ വിലക്കി ശാരദാമ്മ പറയുകയാണ്, പിന്നെ എന്ത് പ്രശ്നമാണുള്ളത്? നീ ഒന്നും മിണ്ടാതിരുന്നേ, ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയുകയാണ് ശാരദാമ്മ. എന്താ ശ്യാമയെ കാര്യമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് പറയുകയാണ് ശ്യാമ. വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, എന്താ പ്രശ്നമെന്ന് പറഞ്ഞേ. അതേസമയം മുകളിലേക്ക് കയറി വരികയാണ് സുസ്മിത. ശാരദാമ്മ പറയുകയാണ്, ഒന്നുമില്ല മോളെ, ഇവള് വേറെ ചുമ്മാ ഒന്ന് പറയുന്നതാണ്. ശാരദാമ്മയുടെ ആ പറച്ചിൽ വിശ്വസിക്കാതെ ശാലിനി പറയുകയാണ്, എങ്കിൽ എൻ്റെ തലയിൽ കൈവച്ച് പറയൂ, ഒരു പ്രശ്നവുമില്ലാന്ന്. ഒന്നും പറയാനാകാതെ ശാരദാമ്മ നിൽക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഞാൻ പറയാം കുഞ്ഞേച്ചി. നിശ്ചയ ചടങ്ങിന് ശാരികേച്ചിയിട്ട എല്ലാ ആഭരണങ്ങളും കല്യാണത്തിനും ഉണ്ടാകില്ലേ എന്ന് വിജയാന്റി ചോദിച്ചു. പക്ഷെ ഈ സംസാരമൊക്കെ വാതിൽക്കൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് സുസ്മിത. ശ്യാമ പറയുകയാണ്, ആ 30 പവൻ ഇനി നമ്മൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ് കുഞ്ഞേച്ചി? അന്നിട്ടിരുന്ന മുഴുവൻ ആഭരണങ്ങളും രാജേശ്വരി തിരികെ വാങ്ങിച്ചു കൊണ്ടുപോയത് കുഞ്ഞേച്ചിക്ക് ഓർമ്മയില്ലേ? ഇത് കേട്ട് സന്തോഷിച്ച് സുസ്മിത കരുതുകയാണ്, അടിപൊളി, അപ്പോൾ ശാരികയുടെ കല്യാണം ഇനി നടക്കില്ല. കാര്യങ്ങൾ അങ്ങനെ ഉഷാറായി വരട്ടെ, സൂപ്പർ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് സുസ്മിത. ഇതൊക്കെ കേട്ട് ശാലിനി ശാരദാമ്മയോട് ചോദിക്കുകയാണ്, ഇതൊക്കെ അമ്മ എന്തിനാ എന്നോട് ഒളിച്ചു വെക്കുന്നത്? ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ട് അമ്മയ്ക്ക് എന്തുവാ നേട്ടം? നേട്ടത്തിന്റെ അല്ല മോളെ, നീ ഇപ്പോ വേറൊരു വീട്ടിലെ മരുമകളല്ലേ, നിന്റെ സ്വൈര്യം എന്തിനാ കെടുത്തുന്നതെന്ന് എന്ന് കരുതി. അതുകൊണ്ടാണ് അമ്മ ഇതൊന്നും പറയാതിരുന്നത്.
അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അത് കൊള്ളാം, അമ്മ തന്നെയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് കല്യാണത്തിന് മുമ്പേ നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന്. ഞാൻ കല്യാണത്തിന് തയ്യാറായത് തന്നെ എന്തിനാന്ന് അമ്മ മറന്നു അല്ലേ? അല്ല മോളെ, അത് പോട്ടെ, അമ്മയോട് ക്ഷമിക്കെന്ന് പറയുകയാണ് ശാരദാമ്മ. ഇതേ സമയം മുകളിലേക്ക് കയറി വരികയാണ് പ്രീതിയും. ശാലിനി എന്നും പറഞ്ഞ് പ്രീതി വിളിച്ചു കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് വാതിൽക്കൽ നിന്നും മാറുകയാണ് സുസ്മിത. പ്രീതി വന്ന് ചോദിക്കുകയാണ്, ശാലിനി കിച്ചണിലേക്ക് വരുന്നുണ്ടോ? കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനാണ്. നിനക്കാവുമ്പോൾ അമ്മയുടെയും അനിയത്തിയുടെയും ഒക്കെ ടേസ്റ്റ് അറിയാമല്ലോ. പിന്നെന്താ, ദാ വരുന്നോന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഞങ്ങളും വരുന്നു. ഇന്നത്തെ പാചകം ഇവിടത്തെ അടുക്കളയിൽ ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരെയും കൂട്ടി താഴേക്ക് പോവുകയാണ് പ്രീതി. അവർ പോകുന്നത് കണ്ട് സുസ്മിത കരുതുകയാണ്, സന്തോഷിച്ചോ, നിറയെ സന്തോഷിച്ചോ. നീയൊക്കെ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ ചിരി കരച്ചിലാക്കി മാറ്റുന്നുണ്ട് ഈ സുസ്മിത. പക്ഷെ അതേസമയം താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന ശാലിനിക്ക് തല കറങ്ങുകയാണ്. പെട്ടെന്ന് ആകെ വിയർത്ത് തലകറങ്ങി വീഴുകയാണ് ശാലിനി. ഇത് മുകളിൽ നിന്ന് സുസ്മിത കാണുന്നു. തിരിഞ്ഞു നോക്കുന്ന ശാരദാമ്മയും ശാരികയും പ്രീതിയും ആകെ അമ്പരക്കുകയാണ് ശാലിനി വീണ് കിടക്കുന്നത് കണ്ടിട്ട്. അതേസമയം മുറിയിൽ നിന്ന് രാഘവൻ നായരും സത്യഭാമയും അങ്ങോട്ടത്തേക്ക് എത്തുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സോഫയിൽ കിടക്കുന്ന ശാലിനിയെ കുലുക്കി വിളിക്കുകയാണ് ശാരദാമ്മയും ശ്യാമയും ഒക്കെ. സത്യഭാമയും ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അതേസമയം അവിടേക്ക് എത്തുകയാണ് വിഷ്ണു. പടിക്കലെത്തുമ്പോഴേക്കും പ്രീതി ചെന്ന് പറയുകയാണ്, ഏട്ടാ, ശാലിനി ബോധം കെട്ട് വീണോ എന്ന് ഞെട്ടി ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം പ്രീതി പറയുകയാണ്, അതെ, ശാരദാമ്മയും ശ്യാമയും ഒക്കെ വന്നിട്ടുണ്ട്, ഏട്ടനൊന്ന് പെട്ടെന്ന് വന്നേ. ശാലിനിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന വിഷ്ണു ശാലിനിയെ കുലുക്കി വിളിക്കുകയാണ്, ശാലിനി കണ്ണും തുറക്ക് എന്നൊക്കെ. അതേസമയം പൊന്നി കൊണ്ടുവന്ന വെള്ളം വാങ്ങി ശാലിനിയുടെ മുഖത്ത് തളിക്കുകയാണ് വിഷ്ണു. അന്നേരം കണ്ണു തുറക്കുകയാണ് ശാലിനി. അന്നേരം ആശ്വസിക്കുകയാണ് ബാക്കി എല്ലാവരും. സുസ്മിത കരുതുകയാണ്, ഇവൾക്കെന്തോ മഹാരോഗമെന്ന് കരുതി ആശ്വസിച്ചതാണ് ഞാൻ. എഴുന്നേറ്റിരിക്കുന്ന ശാലിനിയോട് വിഷ്ണു ചോദിക്കുകയാണ്, ശാലിനി, എന്താ പറ്റിയത്? മുഖം നന്നായിട്ട് വിളറിയിരിക്കുന്നല്ലോ. ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ് ശാലിനി. പെട്ടെന്ന് സത്യഭാമ പറയുകയാണ്, നിൽക്കവിടെ. നിനക്ക് നല്ല ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടല്ലോ. നീ എന്തെങ്കിലും ഉപവാസത്തിലോ മറ്റോ ആയിരുന്നോ? അത് ശരിവെക്കുകയാണ് രാഘവൻ നായരും. അതെ, 1-2 ദിവസമായിട്ട് ഒന്നും കഴിച്ചതിന്റെ ഒരു ഭാവവും നിന്റെ മുഖത്ത് ഇല്ലല്ലോ. വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ശാലിനി കരുതുകയാണ്, ഈശ്വര, സുസ്മിതയ്ക്ക് സുഖമാവുന്നത് വരെ ഉപവാസത്തിലായിരുന്നു എന്ന് പറയാൻ എന്തായാലും പറ്റില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കുമ്പോൾ വീണ്ടും സത്യഭാമ ചോദിക്കുകയാണ്, നിന്നോടല്ലേ ചോദിച്ചത്? ഉത്തരം പറയ്, നീ ഉപവാസത്തിലായിരുന്നോ? അതിനെന്തായിരുന്നു കാരണം എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് സത്യഭാമ. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അത് വിട്ടുകളഞ്ഞേക്ക്. അതിനെ ഊതി വീർപ്പിച്ച് വലിയ വിഷയമാക്കണ്ട. ഉപവാസം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ രീതിയാണ്. ഓരോ പ്രാർത്ഥനകൾക്കും ഓരോ കാരണമുണ്ട്. അത് ചിലപ്പോൾ വ്യക്തിപരമാകാം. അവളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പ്രീതിയോട് പറയുകയാണ്, പ്രീതി, നീ ആദ്യം ഈ കുട്ടിക്ക് കുറച്ച് നാരങ്ങ വെള്ളം പിഴിഞ്ഞു കൊണ്ടുവന്ന് കൊടുക്ക്. എന്നിട്ട് ഭക്ഷണവും ആവാം. അപ്പോൾ ശരിയായിക്കോളും എല്ലാമെന്ന് പറയുകയാണ് രാഘവൻ നായർ. അതിനുശേഷം ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രീതി. അതിനുശേഷം രാഘവൻ നായർ ശാരദാമ്മയോട് പറയുകയാണ്, ശാരദാമ്മേ, നാളെ ഇവിടെ ഒരു പരിഹാരദോഷക്രിയ നടക്കുന്നുണ്ട്. നാളും തീയതിയും ഒന്നും നോക്കാതെയല്ലേ കുട്ടികളുടെ വിവാഹം നടന്നത്. അതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരം കാണലാണ് ഉദ്ദേശം. അതിന് ശാരദാമ്മയുടെയും മക്കളുടെയും സാന്നിധ്യം ഉടനീളം ഈ വീട്ടിൽ ഉണ്ടാകണം. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ. ആ മൂത്ത കുട്ടി ശാരികയെ കൂടി കൂട്ടിക്കോളൂ. അതിനെയും ഒഴിവാക്കണ്ടെന്ന് പറയുമ്പോൾ കൊണ്ടുവരാം സാറെന്ന് പറയുകയാണ് ശാരദാമ്മ. അതിനുശേഷം വിഷ്ണുവിനോട് പറയുകയാണ്, അവരാഹാരമെല്ലാം കഴിച്ചിട്ട് വരുമ്പോൾ നീ വേണം അവരെ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കാൻ. ശരി അച്ഛാന്ന് പറയുകയാണ് വിഷ്ണു. എല്ലാവരും പോയ ശേഷം സുസ്മിത കരുതുകയാണ്, കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങേരാണല്ലോ തീരുമാനിക്കുന്നത്. എന്റെ പ്ലാനൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഈ കാരണം വരെ എലിവേഷൻ കൊടുത്ത് കൊന്നേ മതിയാകൂ. നോക്കട്ടെ അടുത്ത നീക്കം എന്താണെന്ന് എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് കാണിക്കുന്നത് റൂമിൽ സത്യഭാമയോട് രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ ഭാമ ഈ കാണുന്നതൊക്കെ? ആതിഥ്യ മര്യാദ എന്നുള്ളത് നമുക്കും ഇല്ലേ? വീട്ടിൽ വന്ന് കയറുന്നവരെ അപമാനിച്ച് ഇറക്കി വിടാതിരിക്കുക. അത് ശത്രുവായാലും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. പഴയ രീതികളൊക്കെ ഭാമ മറന്നു തോന്നുന്നു. പറഞ്ഞു ചിരിക്കാൻ ഇടവരരുത് നാട്ടുകാരെ കൊണ്ട്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനെന്ന് പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, അതിനിപ്പോ ശാരദയും മക്കളെയും അപമാനിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്നാണ്? ചടങ്ങ് നടത്താൻ നിന്ന് കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റിപ്പോൾ? അതേസമയം അവരുടെ റൂമിന്റെ വാതിൽക്കലേക്ക് വരികയാണ് സുസ്മിത. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കുക, പിന്നെ അതിനുള്ള ആയുധവും നമ്മൾ ഉണ്ടാക്കാതിരിക്കുക
രാഘവൻ നായർ പറയുമ്പോൾ വാതിൽക്കൽ നിന്ന് സുസ്മിത ചോദിക്കുകയാണ്, അതിപ്പോ അങ്കിള് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? ഇൻഡയറക്റ്റ് ആയിട്ടൊരു പാരവെപ്പ് എന്ന് വാതിൽക്കൽ നിന്ന് സുസ്മിത പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, സുസ്മിതെ, ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. കടന്നു വരുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുക എന്നൊരു മര്യാദയുണ്ട്. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, പക്ഷെ ആന്റി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഏത് റൂമിലും കയറിയിറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അത് മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് കടന്നു വരാനുള്ളതല്ല. അന്നേരം സത്യഭാമ പറയുകയാണ്, മോള് വാ, കുഴപ്പമൊന്നുമില്ല. അകത്തേക്ക് വന്ന സുസ്മിത ചോദിക്കുകയാണ്, ഈ പ്രായത്തിലൊക്കെ എന്തു പ്രൈവസിയാങ്കിളെ? എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടില്ലേ? ഒരാള് UK-യിൽ, ഒരാള് ഇവിടെ. എന്നിട്ടും രണ്ടാളും എന്ത് ഹാപ്പിയാണെന്നറിയാമോ? അന്നേരം സുസ്മിതയെ കളിയാക്കി രാഘവൻ നായർ പറയുകയാണ്, അതെ അതെ, രാജശേഖരൻ നായർ തികച്ചും ഹാപ്പിയാണ്. അതാണ് ലീവ് ക്യാൻസൽ ചെയ്ത് പെട്ടെന്നങ്ങ് തിരികെ പോയത്. അത് ക്യാൻസൽ ചെയ്ത് പോയതല്ല, തീർന്നിട്ട് പോയതാണെന്ന് സുസ്മിത പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ഇപ്പൊ വിഷയം ഞാനല്ലേ? അല്ല, ശാലിനിയും അനിയത്തിയെയും അമ്മയും ഒക്കെ വിളിച്ചിരുത്തി സ്വീകരിച്ചില്ലേ? മടക്കയാത്രയ്ക്ക് രഥം കൊടുത്ത് സാരഥിയെയും പറഞ്ഞയച്ചു. എന്നിട്ടും അങ്കിളിനെന്താ ഒരു അതൃപ്തി പോലെ? ആദ്യത്തെ മര്യാദ അനുസരിച്ചുള്ള കാര്യങ്ങളെ ഞാനും ചെയ്തിട്ടുള്ളൂ, അതെനിക്ക് തൃപ്തിയായതുമാണ് എന്ന് പറയുകയാണ് രാഘവൻ നായർ. അതിനുശേഷം സുസ്മിത പറയുകയാണ്, ശാലിനി കാണിച്ചതൊക്കെ ഡ്രാമയാണ്. അവളുടെ അമ്മയും അനിയത്തിയും ഒക്കെ കൂടെ നിൽക്കുമ്പോൾ തന്നെ തല കറങ്ങി ഒരൊറ്റ വീഴ്ച. എന്തായിരുന്നു ആ ആക്ടിങ് എന്നൊക്കെ ആൻറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയെന്ന് സത്യഭാമയോട് പറയുകയാണ് സുസ്മിത. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, അത് അഭിനയമായിരുന്നു എന്നാണോ നീ പറയുന്നത്? സംശയം എന്താ? 100% ആക്ടിങ്. അവൾക്കിവിടെ തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടില്ല എന്ന് അവളുടെ അമ്മയും അനിയത്തിയും ബോധ്യപ്പെടുത്താനാണ് അവൾ ഈ നാടകമൊക്കെ കളിക്കുന്നതെന്ന് സത്യഭാമയോട് പറയുകയാണ് സുസ്മിത. ആന്റിയുടെ റോള് മരുമകൾക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടുന്ന ക്രൂരയായ ഒരു അമ്മായിയമ്മയുടെ റോള്. അവളോ ഭർത്തഗൃഹത്തിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന നന്മയുടെ നിറകുടമായ ഒരു നായിക. എങ്ങനെയുണ്ട്? സൂപ്പർ കഥാപാത്രമല്ലേ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണ് രാഘവൻ നായർ. സുസ്മിതെ, നീ ചുമ്മാതെ ചുവരില്ലാതെ ചിത്രം വരയ്ക്കരുത്. ചുവരും ചിത്രവും ഒന്നുമല്ല എന്ന് നമ്മുടെ മുൻപിൽ നടന്ന നല്ല ഒന്നാന്തരം കൺകെട്ട് കളിയാണെന്ന് പറയുകയാണ് സുസ്മിത. ഇപ്പോഴെങ്കിലും ആന്റിക്കത് മനസ്സിലായല്ലോ. ഇതാണ് പഴമക്കാര് പറയുന്നത്, തോളോട് തോളൊപ്പമുള്ള ബന്ധമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ എന്ന്. പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കൾച്ചറിന്റെ കാര്യത്തിലും വലിയ അന്തരമുണ്ട് നിങ്ങൾ രണ്ടാളും തമ്മിൽ എന്ന് പറയുകയാണ് സുസ്മിത. ഒരു ചായക്കടക്കാരിയുടെ മോളുടെ അടുത്തു നിന്നും ഇതൊക്കെ മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്നൊക്കെ പറയുകയാണ് സുസ്മിത. അന്നേരം സത്യഭാമ പറയുകയാണ്, ശരിയാണ്, അവൾക്കൊരിക്കലും സത്യഭാമയുടെ മരുമകളാകാൻ യോഗ്യതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഓരോ സന്ദർഭങ്ങളും ഉണ്ടാകുന്നത്. എന്റെ തീരുമാനമാണ് ശരി. ഞാൻ ഒരിക്കലും അവളെ മരുമകളായി അംഗീകരിക്കാൻ പാടില്ല എന്ന് ഉറച്ചു പറയുകയാണ് സത്യഭാമ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.